അതുകൊണ്ട് അതാ ബ്ലഡ് കുടിക്കുന്നു. നജീബിൻ്റെ ബ്ലഡ് കുടിക്കുന്നുണ്ട്. നജീബിൻ്റെ ബ്ലഡ് കുടിക്കുന്നു. നജീബിൻ്റെ ബ്ലഡ് കുടിക്കുന്നു. നക്കി കുടിക്കുന്നു നജീബിൻ്റെ ബ്ലഡ്. എന്ത് ദൈവം, നജീബിൻ്റെ ബ്ലഡ് നക്കി കുടിക്കുന്നത്. വയസ്സെന്നിട്ട് ഇതെനിക്കിത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അവൻ ആ ഒരു 10 സെക്കൻഡ് അനുഭവിച്ച ഒരു കഷ്ടപ്പാടുണ്ടത്. ഞാനും നജീബും കൂടി പിടിച്ച് വലിക്കാൻ നോക്കിയിട്ട് പോയി ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അമ്മാതിരി എന്തോടത്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും ചെയ്യും. കൂടെ വന്നവരല്ല ഉണ്ടാക്കേണ്ടത്. ഞാൻ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഞാൻ നിങ്ങളോട് എന്നെ പറ്റിയാണ് ചോദിക്കുന്നത്. ഞാനല്ല കണ്ണിട്ട് ഇവിടെ വന്നിരുന്നത്. ഞാനല്ല ഒന്ന് ബ്ലഡ് ഒഴിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നെ വേണം ചെയ്യാൻ. അവിടെ പിടിച്ച് വലിച്ചു പെണ്ണെ പുറങ്ങോട്ട് സത്യമായിട്ട് ഇവിടെ പിടിച്ച് വലിക്കാൻ തോന്നിപ്പോ. നിങ്ങളാണ് ഇപ്പം എന്നെ പിടിച്ച് വലിച്ച പുറങ്ങോട്ട്. അതുപോലെ നിങ്ങൾ എന്നോടാണ് കാണിക്കേണ്ടത്. എന്തായാലും കൂടെ വന്നവരോടല്ല. എടാ ഇപ്പൊ അതാ പിന്നെ എന്നെ കൊണ്ടേക്കോട്ടെ. നിങ്ങളെയൊക്കെ വെറുതെ വിടും. യുവന്മാരെയൊക്കെ വെറുതെ വിട്ടിട്ട് എന്റെ അടുത്തോണ്ട് പോകും. നമ്മളത് പറയുമ്പോഴത്തേക്ക് എന്തോ ഫീൽ ഇല്ലേ നമുക്ക് ബോഡിയിൽ, പുറയിൽ എന്തോന്ന് ഇല്ലയോടാ? കാണിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് വാ. ഒന്നില്ല ഡ്രാഗ ഒന്നില്ലടാ. പിടിച്ച് ഒന്നില്ല പിടിച്ചു. ഇല്ല ഞാൻ കളിക്കാം. കൈസ് വന്നിട്ട് ഇതെനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. ഇവിടെ നടക്കുന്ന സംഭവം നിങ്ങൾ കണ്ടു കാണും, കേട്ട് കാണും എന്താ നടക്കുന്നുള്ളത്. സോ നമ്മൾ വന്നിട്ട് ഇതൊരു ഒരിക്കലും വന്നിട്ട് കോൺസ്റ്റന്റിങ് ഒരു ഈസി മാറ്റർ അല്ല. അത് ഞാൻ പല സമയങ്ങളും പറയാം. എനിക്ക് ഞാൻ കേട്ട് പല സമയങ്ങളിൽ പല രീതിയിൽ ഞാൻ പറയാറുള്ളതാണ്. ബട്ട് അപ്പോഴെല്ലാം വന്നിട്ട് പുച്ഛവും കാര്യങ്ങളും മാത്രമേ കൺസെപ്ഷൻ കാണാറുള്ളൂ. അതൊക്കെ എനിക്കൊരു മൈലാണ്. എനിക്കത് മാറ്ററുള്ള കാര്യമില്ല. പക്ഷെ പറയുക ഞാൻ അനുഭവിക്കുന്ന കാര്യം, ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യം വന്നിട്ട് എനിക്ക് വേറെ ഒരാൾ പറഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതായത് എനിക്കറിയാം. ഞാൻ അത് അനുഭവിച്ചാലും ഇല്ലെങ്കിലും അതെനിക്കേ ഉള്ളൂ. അതെനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഞാനിവിടെ പറഞ്ഞ കാരണം കേൾക്കണ്ട്. നീ പറഞ്ഞോ. അതതിന്റെ ഫീൽ ആവുന്നില്ല. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമാതിരി ഫീൽ ആവുന്നതല്ല. ഞങ്ങൾ കണ്ടു. ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. അതല്ലടാ പിടിച്ച് വലിച്ചിട്ടൊന്നും പറ്റുന്നില്ല. പുറ കൊടുക്കുന്ന ഫീൽ എനിക്ക്. എടാ എനിക്ക് അറിയാൻ പറ്റുന്ന അറിയോ, ഞാൻ അവിടെ ബ്ലഡിന്റെ ഫ്രണ്ടിൽ കണ്ണ് കെട്ടി ഇരുന്നിട്ട് എന്നെ വന്നിട്ട് ഇങ്ങനെ എൻ്റെ അടുത്തോട്ട് എന്നോട് സംസാരിക്കുന്നു പറഞ്ഞു. അപ്പോഴൊന്നും എനിക്ക് ഒരു സംഭവം തോന്നുന്നില്ല. പക്ഷെ ഇവനെ എന്തിനാണ് അറ്റാക്ക് ചെയ്യുന്നു അറിയില്ല. എടാ കാര്യം എന്തായിരിക്കും അറിയോ? അല്ല എപ്പോഴും നീ എൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ നല്ല പേടിയുള്ള ആളാണ്. നല്ല പേടി എനിക്ക്. അപ്പൊ ഈ പേടിക്കും തോറും ഇതിന്റെ അറ്റാക്ക് നമ്മുടെ നേരെ കൂടും. നീ എൻ്റെ അടുത്ത് എപ്പോഴും പല വീഡിയോയിലും പറയാറുണ്ട്. അല്ലാണ്ട് നീ എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. അത് ഞാൻ പറയട്ടെ. ഇതിപ്പോ ഈ സന്ദർഭത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഉണ്ടല്ലോ കുറെ എണ്ണങ്ങള് നമ്മുടെ കുറെ എണ്ണങ്ങളെ നമ്മുടെ വീഡിയോ കണ്ട് കിടന്നിട്ട് കൊണക്കനുണ്ട്. അതുപോലെ ഒരു സബ്സ്ക്രൈബർ എന്ന് വരും. അതുപോലെ ഒരാളായിരുന്നു ഞാനും. ഞാൻ വന്നിട്ട് എന്റെ വീഡിയോ ബോണക്കാട് ബംഗ്ലാവ്, ഇവന്റെ വീഡിയോ സുമതി വളവ്, ഇവന്റെ ഫസ്റ്റ് അബണ്ടഡ് ബിൽഡിംഗ് ഇതാ. അപ്പൊ അത് ഇങ്ങനെ കിടന്ന് കൊണക്കണങ്ങൾക്കൊക്കെ അവിടെ നിന്ന് കൊണച്ചാൽ മതി. അവര് വല്ലതും അറിയണ്ട് ഈ കിടന്ന് ആണെങ്കിൽ. ഇനിയിപ്പോ ഇത് കണ്ടാലും പറയാൻ വേണമെങ്കിൽ അവന്റെ ഇത് ആക്ടിങ് അഭിനയം. ഞാൻ അതാ പറഞ്ഞു തന്നെ.
ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടുന്ന വാദങ്ങളെ മാറ്റി വെച്ചേക്ക്. അവന്മാർ നമുക്ക് വേണ്ട. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസ് ഉണ്ട്. നമ്മൾ അവന്മാർക്ക് വേണ്ടിയിട്ടാണ് കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത്. അതിൽ നമുക്ക് വന്നിട്ട് ചില കാര്യങ്ങളും നന്മകളും ഫ്ലഷ് അടിക്കണ പോലെ കളഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. അത് വേറെ കാര്യം. ഞാൻ ഒരിക്കലും വന്നിട്ട് അയ്യോ ഞാൻ എൻ്റെ ഓഡിയൻസ് വേണ്ടിയിട്ടാണ് ട്രൈ, ആ തള്ളൊന്നും ഇവിടെ തള്ളത്തില്ല. എനിക്ക് ലൈഫിൽ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരണം, അതിനാണ് ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്. എൻ്റെ കൂടെ അവർ കഷ്ടപ്പെടുന്നു, അതേ സംഭവം കൊണ്ടാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യാത്ത നെഗറ്റീവ് കമൻറ്റ്സ് ഇരുന്ന വാണങ്ങളോട് എനിക്ക് ഒരു മൈരും പറയാനില്ല. നിങ്ങൾ എന്ത് കോണം വേണം പറഞ്ഞാൽ എനിക്കത് പ്രശ്നമുള്ള കാര്യമില്ല. ഈ ഒരു സംഭവം നടന്നുകൊണ്ടാണ് ഞാനിപ്പോൾ സംഭവം ചെയ്യാൻ പോകുമ്പോൾ നജീബിനെ ട്രാവലിനെ വന്നിട്ട് ഒറ്റയ്ക്ക് ഞാൻ വേറൊരു സ്ഥലത്തോട്ട് നിർത്തിയിട്ട് ഞാൻ അകത്തോട്ട് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇത്ര നേരം എനിക്കത് യാതൊരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇത് ഇത്രയും നേരം ഞാൻ അവിടെ പോയിട്ട് ബ്ലഡിൻ്റെ ഫ്രണ്ട് ഇരുന്നിട്ട് പോലും എനിക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ ഇവിടെ സേഫായിട്ട് നിൽക്ക്. നമ്മൾ ഇത്ര ദൂരം കഷ്ടപ്പെട്ട് വന്നതാണ്. സോ ട്രാവലൊക്കെ 2 ദിവസം മുന്നെയാണ് ട്രാവൽ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്, ബസ്സില്ലാത്തതുകൊണ്ട്. നമ്മൾ വെറുതെ കളയരുത് ഈ ഒരു സംഭവം വന്നിട്ട്. ഒന്നുമില്ല എടാ, നീ പറയട്ടെ. നിങ്ങൾ ഈ എൻട്രൻസോടെ നിൽക്കുക, ഈ എൻട്രൻസോടെ മാറി അവിടെ നിൽക്കുക. ഞാനവിടെ ഇവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട്, എക്സ്പ്ലോറിങ് അല്ല, ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും നോക്കട്ടെ. ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്ത് പോയാൽ കൂടി പോവാം കേട്ടോ. വാ 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 വേണ്ട കൈസ്. ആണെങ്കിൽ ഞാൻ അമ്മനെ നിർത്തി വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സീൻ എടുത്തിട്ട് ഞാൻ കുറച്ച് നേരം ആ ബ്ലഡ് വെച്ചെടുത്ത് സൗണ്ട് കുറച്ച് നേരമായിട്ട് കേൾക്കുന്നുണ്ട്. അവിടെ കൂടെ പോയിട്ട് നമുക്ക് ആ ഇട്ടത്ത് ഇവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി എൻ്റെ ദൈവം തമ്പുരാനെ, അതുകൊണ്ടോ മൊത്തം കത്തിയത്. എക്സ്ട്രീം ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എൻ്റെ ദൈവം തമ്പുരാനെ, ശരിക്കും ഞാൻ ക്യാപ്ചർ ചെയ്ത് എക്സ്ട്രീം ക്യാപ്ചർ ആയിരുന്നു. എക്സ്ട്രീം ക്യാപ്ചർ എന്താ പറയാത്. ഞാൻ തൊട്ടടുത്ത് വന്ന് ഞാൻ കൈ കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ തൊടട്ടെ അവിടെ അനങ്ങരുത് എന്ന രീതിയിൽ അടുത്തിട്ട് വന്നത്. എക്സ്ട്രീം ക്യാപ്ചർ. ആ സമയത്ത് തീ ഒന്നും വീണുണ്ടോ പേപ്പർ കത്തിക്കൊണ്ട്. എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ അമ്പോ. എനിക്ക് പറ്റാൻ പറ്റുന്നില്ല, വീട്ടിൽ പോകണമെന്ന്. പേടിയാണോ? എന്തിനാടാ ഞങ്ങളൊക്കെ കൂടെ പേടിച്ചെന്തിനാ? ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ. പക്ഷെ നേരം രൂപത്തിന്റെ പണ്ടാരം മനുഷ്യന് മനസ്സിന്ന് പോകണം. എന്നെ വലിച്ചോണ്ട് പോയത് ആരാണ്? അണ്ണാ ഇങ്ങോട്ട് വണ്ണ, അണ്ണാ ഇങ്ങോട്ട് വണ്ണ. കത്തുന്നു. എൻ്റെ ദൈവമേ, അയ്യോ.
എനിക്ക് ആ തീ വന്ന് ദേഹത്ത് വീണത് പോലും എനിക്ക് അത്ര വിഷയമുള്ള കാര്യമില്ല. പക്ഷെ അത് ഞാൻ ഇത്രയും അടുത്തുകൊണ്ട് ഇത്രയും ഡിസ്റ്റൻസിലാണ് കണ്ടത്. എക്സ്ട്രീം ഞാൻ ക്യാമറ വെച്ചിട്ട് തിരിഞ്ഞ് നോക്കിയതുള്ളൂ. അത് ആ ബ്ലഡ് വിട്ട് പോകുന്നതേ ഇല്ല. ആ ഗോസ്റ്റ് കറക്റ്റ് ആ ഒരു തീ വന്ന് വീണത് ആ ബ്ലഡിലാണ്. നോക്കി ഞാൻ എന്തായാലും വീഡിയോയിലൂടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. കാരണം എന്താ പറയുക, ഞാൻ ഒറ്റയ്ക്ക് കാര്യം പറയുന്നോ? അതൊന്നും പറയണ്ട. ഇവിടെ ഒരു സംഭവം സംഭവിച്ചു. അവനെന്ത് പറ്റി? പറഞ്ഞില്ലേ ആര് സംബന്ധിക്കുന്ന പറഞ്ഞു. വേറെ ജോലിക്ക് വന്നു. ഫാമിലി കൂടെ മക്കള് ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂട്ടുകാരന്മാരുണ്ട് ഇവിടെ. എന്റെ നാട്ടിലെ കൂടുതൽ പേരുള്ള തിരുവനന്തപുരം ആ കൂടെ വന്നൊരുത്തരുണ്ട് തൊപ്പി വെച്ച് അവന്റെ കാര്യം. ഞാനൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ കൂടെ വേറെ ഒരുത്തരുണ്ട്. അപ്പൊ അവന് സബ്സ്ക്രൈബർ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ കമന്റ് ചെയ്ത് അങ്ങനെ ജോയിൻ ചെയ്തതാ. ഓ അല്ലായിട്ടാ എന്തുവാ എന്തുവാണ് എന്തുവാണ് നടക്കുന്നത്? അണ്ണ ഇവിടെ എന്തുവാണോ നടക്കുന്നത്? ഓടിയേ ഇവരെന്താ ഓടിയോ? അവിടെ ഞാൻ വിളിച്ചതാ. എന്തിനാ ഓടിയതപ്പോ? എനിക്കറിയത്തില്ല എന്താണ് സംഭവിച്ചെന്തോടെ. അണ്ണ നേരത്തെ ഇതേപോലെ കാര്യം പറഞ്ഞേക്ക് അവിടെ ആരും ഇല്ലായിരുന്നു ചോദിച്ചു. ഒന്നില്ല സൗണ്ട് കേട്ടോ അപ്പുറത്ത്. നീ നോക്കി സൗണ്ട് കേട്ടോ അപ്പുറത്ത്. നോക്ക് നീ അവനെ നോക്കി അവൻ നോക്കാം. ദൈവം തമ്പുരാനെ. ഓ മൈ ഗോഡ് എക്സ്ട്രീം ക്യാപ്ചർ. എക്സ്ട്രീം എന്റെ ദൈവം ഇവിടെയാണ് ഇപ്പം ലാസ്റ്റ് ആ ഗോസ്റ്റിനെ കണ്ടത്. എത്തി നോക്കുന്ന ഒരു എക്സ്ട്രീം ഒരു ഗോസ്റ്റിനാണ് ഇപ്പം കണ്ടത്. അത് നമ്മളവിടെ ഇരുത്തിയിട്ട് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. പേടിയാവണ്ണ ഇവിടെ വെച്ചാണ് കണ്ടത്. സോ കറക്റ്റ് ഇവിടെ വെച്ചാൽ കണ്ടത് ആ ക്യാപ്ചർ ചെയ്തത്.
അയ്യോ യാ എന്റെ ദൈവമേ എന്താ എന്റെ ദൈവമേ ഇവിടെ എന്താ ഇവിടെ ചോരാടോ അയ്യോ ഇവിടെ എന്താ പറ്റിയേ ഇവിടെ ബ്ലഡോ അയ്യോ ഇവിടെ ബ്ലഡോ ഇവിടെ നജീബ് പൊത്തുവേടാ ഇവിടെ നിനക്ക് എന്താ പറ്റിയേ അയ്യോ അയ്യോ എന്താ പറ്റിയ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആണോ എനിക്ക് ആംബുലൻസ് കോൾ ചെയ്യാം ഹലോ ആ ചേട്ടാ ആംബുലൻസ് കേട്ടോ ചേട്ടാ അർജുൻ തന്നെ കേട്ടോ ആ ലൊക്കേഷൻ വണ്ടി വരത്തില്ലയോ അയ്യോ ഒന്നുമില്ല ചേട്ടാ അർജുൻ പെട്ടെന്ന് വണ്ടി വരത്തില്ലയോ വേറെ കാര്യം ചെയ്യാം ഞാൻ ഇവരെ കൊണ്ട് അവിടെ വരെ വരാം മെയിൻ റോഡ് വരെ കൊണ്ടുവരാം പെട്ടെന്ന് കേട്ടോ ആ ഒരാളുടെ കാലം കൂട്ടി പെട്ടെന്നോ അവർ ആംബുലൻസ് കയറ്റി വിട്ടിട്ടുണ്ട്. ഞാൻ അവരുടെ ബാഗ് എടുക്കേണ്ടി വന്നേക്കുവാണ്. എൻ്റെ എല്ലാം ഇവിടെ ബാഗ് ഇരിക്കുമോ അതുകൊണ്ടോ. നജീബിൻ്റെ തല പൊട്ടി ചോര കംപ്ലീറ്റ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഡ്രാഗൻ്റെ ഷോൾഡർ ഡിസ്ലോക്കേറ്റ് ആയി. എനിക്ക് എന്തുവേണമെന്ന് അറിയത്തില്ല. വീട്ടിൽ ഡ്രാഗൻ്റെ ചേട്ടനെ വെച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇത്ര എന്ത് ചെയ്യണമെന്നുള്ളത്. ഞാൻ ഈ ബാഗിലെടുത്ത് വന്നതാണ്. അതുകൊണ്ട് അതാ ബ്ലഡ് കുടിക്കുന്നു. നജീബിൻ്റെ ബ്ലഡ് കുടിക്കുന്നുണ്ടോ? നജീബിൻ്റെ ബ്ലഡ് കുടിക്കുന്നു. നക്കി കുടിക്കുന്നു നജീബിൻ്റെ ബ്ലഡ്. എന്തു ദൈവം, നജീബിൻ്റെ ബ്ലഡ് നക്കി കുടിക്കുന്നത്. എന്തോ നജീബിൻ്റെ ബ്ലഡാണ് കിടക്കുന്നത്. ഇതാണ് ആ പ്രേതം കുടിച്ചോണ്ടിരുന്നത് ഇത്ര നേരമായിട്ട്. നക്കി കുടിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ഇവർക്കൊക്കെ ഇനി എന്ത് സമാധാനം പറയും എൻ്റെ വീട്ടിലൊക്കെ. എൻ്റെ കുറച്ച് മൊത്തം ചോരയായി. ഇത്രയൊക്കെ ചെയ്ത് നിന്നെ ഞാൻ വന്നിട്ട് വെറുതെ വിടുമോ? ഇത്രയൊക്കെ ചെയ്താൽ ഇതിനകത്ത് ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. അതിന് സ്ഥലത്ത് വന്നതല്ലാതെ ഞാനാണ് അതിനെ പ്രൊവോക്ക് ചെയ്ത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർ രണ്ടുപേരും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ അവർക്കാണ് പണി കിട്ടിയത്. എന്തിന്? ഇതല്ലേ നിൻ്റെ മൊമെൻറ്റ്സ്, ഇതല്ലേ നിൻ്റെ മെമ്മറി. ഇപ്പം ഞാൻ ഇത് കത്തിക്കാൻ പോവാം. ഇതോടുകൂടി നിൻ്റെ കടക്ക് തീരുവേ കത്തിക്കാൻ പോവാം.
ചെയ്തിട്ടില്ല, അവരൊന്നും ചെയ്തിട്ടില്ല. നീ അവരെയാണ് ഇത്രയും ചെയ്തത്. നിനക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമോ? നിനക്ക് എന്തെങ്കിലും എന്നെ ചെയ്യാൻ പറ്റും? ധൈര്യമുള്ള ഒരാളാണെങ്കിൽ ഇപ്പം എൻ്റെ അടുത്തോ. ഇത് നിന്റെ മെമ്മറീസ് അല്ലേ, ഞാൻ കത്തിച്ച്. ഇനി നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിനക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ?